തലപതിയുടെ ഒരു പടത്തെ പറ്റി നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി തലയുടെ പടം പറഞ്ഞില്ലേ മോശമല്ലേ. പുള്ളിക്കാരനെ തലേന്ന് വിളിക്കരുത് പറഞ്ഞതുകൊണ്ട് AK എന്ന് വിളിക്കാം നമുക്ക്. അജിത് കുമാർ അദ്ദേഹം അൾട്ടിമേറ്റ് സ്റ്റാർ ആയിരുന്ന കാലത്ത് ഇറങ്ങിയ സിനിമയാണ് വില്ലൻ. ഈ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അതായത് യങ് ടൈം വളരെ പീക്കിൽ നിൽക്കുന്ന ടൈമാണ് ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ. ദീനയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സിനിമയാണിത്. ഇത് അത്യാവശ്യം നല്ലൊരു വിജയമായിരുന്നു തിയേറ്ററിൽ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഡബിൾ ആക്ഷനാണ്. ഒന്ന് ഒരു ഹാൻഡിക്യാപ്ഡും ഒന്ന് അത്യാവശ്യം സെറ്റപ്പായിട്ടുള്ള ഹീറോ മെറ്റീരിയലും. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ രണ്ട് ഇരട്ട സഹോദരന്മാർ അവർ വളർന്നു വലുതാവുന്നു. അതിൻ്റെ ഇടയിൽ അനിയന് പറ്റുന്ന ഒരു അപകടവും ശേഷം അവനൊരു അനാഥാലയത്തിൽ കൊണ്ടുപോക്കി ഇയാൾ ഓരോ ജോലികൾ ചെയ്യുന്നതും ശേഷം ഇയാൾ ആ അനാഥാലയത്തിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കള്ളപ്പണം സൂക്ഷിച്ചവരുടെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കുന്നതും അത് അനാഥാലയത്തിലേക്കും അങ്ങനെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സിനിമ പറയുന്നത്. നല്ല സോങ്സും അതുപോലെ തന്നെ നല്ല വിഷ്വൽസും ഉള്ളൊരു സിനിമയാണിത്. ഇതിലെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഫ്ലാഷ് ബാക്ക് മൂമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. കാരണം ആ കുട്ടികളുടെ അതായത് അജിത്തിൻ്റെ ചെറുപ്പം ചെയ്ത കുട്ടികളുടെ അഭിനയം വേറെ ലെവലാണ് ഈ സിനിമത്തെ. ആ സീക്വൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതൊക്കെ. പിന്നെ ഇതിലെ ഡബിൾ ആക്ഷൻ ചെയ്തതിൽ ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അജിത്തിൻ്റെ പെർഫോമൻസും നല്ല രസമുണ്ട്. കാരണം ആ ഒരു നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്ക് തോന്നിപ്പോവുക ക്യാരക്ടർ കാണുമ്പോൾ. KS രവികുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു നീറ്റ് ഡയറക്ഷനാണ് ഈ സിനിമയിൽ. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് ചെയ്യാൻ ചെയ്തത് വിദ്യാസാഗറാണ്. ഒരുപാട് നല്ല സോങ്സ് ഉണ്ട് പടത്തിൽ. അതേപോലെ തന്നെ നല്ല പാട്ടും ഡാൻസൊക്കെ ഉള്ളൊരു പക്ക മാസ് മസാല ഫിലിം എന്ന് പറയാം. ഇപ്പോഴും കണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ബോറടിയൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നിട്ട് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. കാരണം അജിത്തിൻ്റെ ഒക്കെ ഒരു പീക്ക് ടൈമിലുള്ള സിനിമകളിൽ ഒന്നാണ് ഇതും. അദ്ദേഹം ഇപ്പോഴും സ്റ്റാർ മെറ്റീരിയലായി പിന്തുടരുന്നതിന് മെയിൻ റീസൺ തമിഴ്നാട്ടിലേക്ക് ഇപ്പോഴും ഇത്രയും ഫാൻ ബേസ് ഉള്ളതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഇത്, ദീന, മങ്കാത്ത പോലുള്ള കുറച്ച് പടങ്ങളാണ്. അടുത്തായി നമുക്ക് വരലാറ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം.